അത്യാവശ്യം നല്ല പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് ഇതുണ്ടായി, ഫസ്റ്റ് ഹാഫ് ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട്. ഇത് ഒരു കഥയുണ്ട് അത്യാവശ്യം. സൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? അതാണ് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടാണ്. കുഴപ്പമില്ല, ഇത് കുറച്ചുകൂടെ പേടിക്കായിരുന്നു. സൗണ്ടൊക്കെ അടിപൊളിയാണ്. പിന്നെ പെർഫോമൻസ്, ലീഡ് ആക്ടറുണ്ട്, അടിപൊളിയാണ്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കുഴപ്പമില്ല, കണ്ടിരിക്കുന്നത്. പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ആക്ടിങ് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലാസ്റ്റ് ഒരു സീനുണ്ടല്ലോ, ഈ ഡെമൺ പൊസഷൻ കാരണം ഇവർ ലൈഫ് എൻഡ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് പോയിന്റ്. ദാറ്റ് വാസ് വെരി ബ്രില്യൻറ്റ്. എല്ലാവരും കാണണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എക്സ്പീരിയൻസ് ഇസ് ഗുഡ് മാൻ. ഐ മീൻ നിങ്ങൾ പോയി കണ്ടിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യും. ഇപ്പം ഈ പാരനോർമൽ അങ്ങനത്തെ ഒരു സോണൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഐ ക്യാൻ ഗീവ് ഒരു 10-ഒരു 8 കൊടുക്കാം. നല്ല മൂവി. ഇഷ്ടപ്പെട്ടോ? ഒരു ഫസ്റ്റ് ഹാഫ് ആക്ച്വലി ഭയങ്കര എനിക്ക് എലീന പറയും ഹൗസ് നേരത്തെ അവിടെയും പറഞ്ഞു, വീണ്ടും ഇവിടെയും പറയുന്നു. ഇല്ല, വർക്ക് ചെയ്തപ്പോഴേ ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ ഒരു ഷൂട്ട് ചെയ്ത രീതികൾ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഇതിൽ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് ഉള്ളത് എന്ന്. കണ്ടപ്പോഴും ആസ് എൻ ഓഡിയൻ ഇപ്പോൾ കാണുമ്പോഴും ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത തരം ഒരു മേക്കിംഗ് ആണ് ഇപ്പോൾ കാണുന്നത്. ആൻഡ് ഐ ലവ് ദ മ്യൂസിക്. ഇല്ലേ, ഇത് വേറെ എവിടെയോ എത്തോ ഈ മ്യൂസിക് ഇങ്ങനെ കേട്ട് കേട്ട്. സോ ബ്യൂട്ടിഫുൾ ആൻഡ് എവറിബഡി യു ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാര്യം ഇത് തിയേറ്ററിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ക്വാളിറ്റി പ്രേക്ഷകന് കിട്ടണമെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കണം എന്ന് തോന്നുന്നു. So everybody please go watch it in theatres soon. Thank you. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അന്ന എന്നാണ്. ആൻഡ് ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ കൂടെയുള്ള ക്യാരക്ടർ തന്നെയാണ്. ബാക്കി നിങ്ങൾ കാണണം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കാണാനല്ല ഞാൻ രാവിലെ എണീച്ച് വന്നത് ഫസ്റ്റ് ഷോ കാണാൻ. ഓഡിയൻസിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. ആക്ച്വലി നിങ്ങൾ അവരുടെ അഭിപ്രായം ചോദിക്കണം പടത്തിനെ കുറിച്ച്. ഐ എൻജോയ്ഡ് ഇറ്റ്. ഇന്നലെ കണ്ടതിന് ശേഷം ഇന്നലെ രാത്രി പ്രീവ്യൂ കണ്ടു. ഇന്ന് രാവിലെ പിന്നെയും വന്നു കാണാൻ. കാരണം ഐ ജസ്റ്റ് വാണ്ടഡ് ടു എക്സ്പീരിയൻസ്. അതായത് പ്രീവ്യൂ സമയത്ത് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും, പക്ഷേ ഓഡിയൻസിൻ്റെ എന്താ റിയാക്ഷൻ കാണാൻ വേണ്ടി ഞാൻ വന്നു. ഐ തിങ്ക് മലയാളം സിനിമയിൽ ഡെഫിനറ്റ്ലി ആദ്യത്തെ പ്രാവശ്യമാണ് ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് വരുന്നത്. ഇന്റർനാഷണൽ ടീം മെമ്പേഴ്സാണ്, ഇന്റർനാഷണൽ ടെക്നിക്കൽ ടീമാണ്. DOP ആയാലും ശരി, കളർ ഗ്രേഡിങ് ആയാലും ശരി, പിന്നെ നമ്മുടെ ബാക്കി സ്റ്റോറി റൈറ്റിംഗ് ആണെങ്കിൽ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ, അങ്ങനെ വളരെ ടെക്നിക്കലായ സൗണ്ടായ ടീമാണ്. ഇതുപോലത്തെ പടം മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഒരു സൗണ്ട് ടെക്നോളജി ഉണ്ട്, ഇൻഫ്രാ സൗണ്ട് എന്ന് പറഞ്ഞൊരു ടെക്നോളജി. നമുക്ക് ചെവി കേൾക്കാത്ത സൗണ്ട്സ്, പക്ഷെ നമ്മുടെ ബോഡി ആൻഡ് ബ്രെയിൻ ആ സൗണ്ടിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ചെവിയിൽ കേൾക്കില്ല, പക്ഷെ നമ്മുടെ ബോഡി മസിലിന് അത് സൗണ്ട് മനസ്സിലാവും. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ഹൊറർ പടം കാണുന്ന സമയത്ത് നിങ്ങളുടെ ഞെട്ടിപ്പോകും. സോ പ്ലീസ് വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റർ. ഇൻഫ്രാറെഡ് ടെക്നോളജി ഇൻഫ്രാസൗണ്ട് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഈ പടം ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു പടമായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. പടത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ആണ്. നമ്മുടെ ടെക്നിക്കൽ ടീമിൽ വർക്ക് ചെയ്ത റസൂൽ പൂക്കുട്ടി സാറും ബിജിപാൽ സാറൊക്കെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു എന്തൊരു ക്വാളിറ്റി ആയിരിക്കും പടത്തിൻ്റെ. സോ എല്ലാവരും ഇതുവരെ പറഞ്ഞിരിക്കുന്ന റിവ്യൂസ് അടിപൊളിയാണ്. സോ ഐ എം വെരി വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. നിങ്ങൾ വന്നാലേ സിനിമ അടിപൊളി ഹിറ്റ് ആവുമല്ലോ. ദ മൂവി ഈസ് ഗുഡ്, ദ ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് റിവ്യൂ പറയാം. ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാവരും പറയുന്നത് അടിപൊളി റിവ്യൂ ആണ്, നല്ലൊരു മേക്കാണ്, ഹൊറർ സബ്ജക്റ്റാണ്. അപ്പോൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സബ്ജക്റ്റ് വന്നത്, ഹെസറ കഴിഞ്ഞിട്ട്. സോ ഐ തിങ്ക് ആ ഒരു ക്വാളിറ്റിയിൽ ദിസ് മൂവി ഹാസ് കം ഔട്ട് വെരി വെരി വെൽ. പ്ലീസ് നിങ്ങൾ വന്നിട്ട്
പുതിയ പുതിയ നമ്മളിപ്പോൾ ന്യൂ കമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, വരിക ആൻഡ് ജസ്റ്റ് ഗിവ് us ഗുഡ് റിവ്യൂസ്. താങ്ക് യു. Experience was amazing and ആദ്യത്തെ മൂവിയാണ് ഇത്. ആക്ച്വലി ഞാൻ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുമുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പാഷൻ ആണ്. ആക്ച്വലി ഇന്ത്യയിലെ ഫസ്റ്റ് എവർ പാരനോർമൽ